നമസ്കാരം, പ്രവാസി ഓൺലൈൻ ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം. ഐശ്വര്യത്തിന്റെ കൈക്കുമ്പിളുമായി സമൃദ്ധിയുടെ നിറതിങ്കളായി കണിമന്ദാരങ്ങളും കണിക്കൊന്ന പൂക്കളും വിരിഞ്ഞു നിൽക്കുന്ന സുപ്രഭാതം കണികണ്ട് ലോകമെമ്പാടുമുള്ള മലയാളികൾ ഇന്ന് വിഷു ആഘോഷിക്കുകയാണ്. സന്തോഷത്തിലൂടെ ഐശ്വര്യത്തെ എതിരേൽക്കാൻ മലയാളിയുടെ കാർഷികോത്സവമായ വിഷുക്കണി കാണുന്നതിലൂടെയാണ് ഈ ദിനം സഫലമാകുന്നത്. വരും വത്സരത്തിലെ ശുഭപ്രതീക്ഷകൾക്ക് ശക്തിയും നന്മയും സ്നേഹവും പ്രാർത്ഥനയും കലർന്ന പൊൻകണി കണ്ട് എല്ലാ മാന്യ പ്രേക്ഷകരും വിഷുക്കൈനീട്ടം സ്വീകരിച്ച് മുഴുവൻ ഐശ്വര്യവും സമൃദ്ധിയും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഏവർക്കും വിഷു ആശംസകൾ സ്നേഹപൂർവ്വം നേരുന്നു. ഇനിയും ഇന്നത്തെ പ്രധാന വാർത്തയിലേക്ക് കടന്നാൽ ജർമ്മനിയിലെ ആരോഗ്യ ഇൻഷുറൻസ് പരിഷ്കാരങ്ങളെ കുറിച്ചുള്ള വാർത്തയാണ് ആദ്യം പറയുന്നത്. ജർമ്മനിയിൽ ചികിത്സാ ചെലവ് കൂടും. വൻ ആരോഗ്യ പരിഷ്കാരങ്ങളുമായിട്ടാണ് സർക്കാർ പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. പ്രവാസികൾക്ക് വലിയ തിരിച്ചടിയാണ് ഇതിലൂടെ നേരിടാൻ പോകുന്നത്. ജർമ്മനിയിലെ ആരോഗ്യ മേഖലയിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ ലക്ഷ്യമിട്ട് ആരോഗ്യമന്ത്രി നീന വാർക്കൻ പുതിയ പരിഷ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. വർദ്ധിച്ചു വരുന്ന സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കാൻ ലക്ഷ്യമിട്ടുള്ള ഈ നീക്കം ജർമ്മനിയിലെ മലയാളി പ്രവാസികൾ ഉൾപ്പെടെയുള്ള ഇൻഷുറൻസ് ഉപഭോക്താക്കളെ അധിക സാമ്പത്തിക ബാധ്യതയിലേക്ക് തള്ളിയിട്ടിരിക്കുകയാണ്. പ്രധാന മാറ്റങ്ങളെ പറ്റി പറഞ്ഞാൽ മരുന്നുകൾക്ക് വില കൂടും. നിലവിൽ ഡോക്ടറുടെ കുറിപ്പടിയുള്ള മരുന്നുകൾക്ക് ഉപഭോക്താവ് നൽകേണ്ടി വരുന്ന കുറഞ്ഞ നിരക്ക് 5 യൂറോയിൽ നിന്നും 7.50 യൂറോയായും പരമാവധി നിരക്ക് 10 യൂറോയിൽ നിന്ന് 15 യൂറോയായും ഉയരും. ആശുപത്രിയിലെ ചികിത്സാ ചെലവിലും സമാനമായ വർധനമുണ്ടാകും. സൗജന്യ ഫാമിലി ഇൻഷുറൻസിൽ നിയന്ത്രണമുണ്ടാകും. ജർമ്മനിയിലെ പ്രവാസികൾക്കേറെ ആശ്വാസകരമായിരുന്ന പങ്കാളിയുടെ സൗജന്യ ഇൻഷുറൻസ്, അതായത് ഫാമിലി ഇൻഷുറൻസ് സംവിധാനത്തിൽ മാറ്റങ്ങൾ വരും. ഇനി മുതൽ പങ്കാളികളെ സൗജന്യമായി ഇൻഷുറൻസിൽ ഉൾപ്പെടുത്തുന്നതിന് നിയന്ത്രണങ്ങൾ ഉണ്ടാകും. എന്നാൽ ചെറിയ കുട്ടികളുള്ള മാതാപിതാക്കൾ, രോഗികളെ പരിചരിക്കുന്നവർ, പ്രായമായവർ എന്നിവർക്ക് ഇളവുകൾ തുടരും. അടുത്തത് പഞ്ചസാര നികുതിയാണ്, അതായത് കോള ടാക്സ്. ആരോഗ്യ സംരക്ഷണത്തിന്റെ ഭാഗമായി മധുരപാനീയങ്ങൾ, അതായത് കോള, ഫാൻഡ, ഐസ് ടീ തുടങ്ങിയവയ്ക്ക് നികുതി ഏർപ്പെടുത്താൻ നീക്കമുണ്ട്. ലിറ്ററിന് 32 സെന്റ് വരെ വില വർദ്ധിക്കാൻ ഇത് കാരണമാകും. ഒരു ക്യാൻ കോളയ്ക്ക് ഏകദേശം 13 സെന്റ് അധികം നൽകേണ്ടി വരും. അടുത്തത് ചില ചികിത്സകൾക്ക് ഇൻഷുറൻസ് പരിധി പുറത്താവും. ഹോമിയോപ്പതി ചികിത്സകൾ ഇനി മുതൽ ഇൻഷുറൻസ് വഴി സൗജന്യമായി ലഭിക്കില്ല. കൃത്യമായ ശാസ്ത്രീയ തെളിവുകളില്ലാത്ത ചികിത്സാ രീതികൾക്കുള്ള ഫണ്ട് നിർത്തലാക്കാനാണ് സർക്കാർ തീരുമാനം. കൂടാതെ പ്രത്യേക ലക്ഷണങ്ങളൊന്നും ഇല്ലാതെയുള്ള സ്കിൻ ക്യാൻസർ സ്ക്രീനിങ്ങും സൗജന്യമായി ലഭിക്കില്ല. ജർമ്മനിയിലെ പൊതു ആരോഗ്യ ഇൻഷുറൻസ് മേഖല നേരിടുന്ന 15 ബില്യൺ യൂറോയുടെ സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാനാണ് 20 ബില്യൺ യൂറോയുടെ ഈ ലാഭിക്കൽ പദ്ധതി തയ്യാറാക്കിയിരിക്കുന്നത്. ആശുപത്രികൾ, ഡോക്ടർമാർ, ഫാർമസ്യൂട്ടിക്കൽ കമ്പനികൾ എന്നിവരും ഈ പരിഷ്കാരത്തിന്റെ ഭാഗമായി വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടി വരും. ആരോഗ്യമേഖല സുരക്ഷിതമായി മുന്നോട്ട് കൊണ്ടുപോകാൻ എല്ലാവരും അവരവരുടേതായ പങ്ക് വഹിക്കേണ്ടതുണ്ടെന്നാണ് ആരോഗ്യമന്ത്രി നീന വാർക്കൻ വ്യക്തമാക്കിയത്. ഏപ്രിൽ അവസാനത്തോടെ നിയമത്തിന്റെ കരട് രൂപം തയ്യാറാകും. കൃത്യമായ ആസൂത്രണം വഴി ഇൻഷുറൻസ് പ്രീമിയം തുക, അതായത് ബൈട്രാഗ്, ഭാവിയിൽ വർദ്ധിക്കാതെ പിടിച്ചു നിർത്താൻ ഈ പരിഷ്കാരങ്ങൾ സഹായിക്കുമെന്നും സർക്കാർ കരുതുന്നു. ആരോഗ്യ പരിഷ്കരണങ്ങൾ, അതായത് ഹെൽത്ത് റിഫോം, വേനൽക്കാല അവധിക്ക് മുമ്പായി, അതായത് ജൂലൈ ആദ്യം നടപ്പിലാക്കുമെന്നാണ് അറിയുന്നത്. എന്നാൽ ഇതെങ്ങനെ മലയാളി പ്രവാസികളെ നേരിട്ട് ബാധിക്കുമെന്ന് നോക്കിയാൽ പ്രത്യേകിച്ച് ഫാമിലി റീയൂണിയൻ വിസയിൽ എത്തുന്നവരെയാണ് കൂടുതൽ ബാധിക്കുന്നത്. അതെങ്ങനെയെന്ന് ചോദിച്ചാൽ ജർമ്മനിയിലെ ആരോഗ്യ മേഖലയിൽ നടത്തിയ പരിഷ്കാരങ്ങൾ, അതായത് ക്രാങ്കൻ ഹൗസ് റിഫോം അല്ലെങ്കിൽ ക്രാങ്കൻ കാസ റിഫോം പദ്ധതിയിൽ കൂടുതൽ ബാധ്യതയാണ് ഉണ്ടാകാൻ പോകുന്നത്. ജർമ്മനിയിലെ ഹെൽത്ത് കെയർ സിസ്റ്റം ലോകോത്തരമാണെങ്കിലും വർദ്ധിച്ചു വരുന്ന ചെലവുകളും സ്റ്റാഫ് ദൗർബല്യവും കാരണം സർക്കാർ വലിയ മാറ്റങ്ങളാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ചികിത്സാ കേന്ദ്രങ്ങളുടെ കേന്ദ്രീകരണം, അതായത് സെൻട്രലൈസേഷൻ, പുതിയ പരിഷ്കാരം അനുസരിച്ച് ലാഭകരമല്ലാത്ത ചെറിയ പ്രാദേശിക ആശുപത്രികൾ നിർത്തലാക്കുകയോ അവയെ വെറും ഔട്ട് പേഷ്യന്റ് ക്ലിനിക്കുകളാക്കി മാറ്റുകയോ ചെയ്യും. ചെറിയ നഗരങ്ങളിലും ഗ്രാമപ്രദേശങ്ങളിലും താമസിക്കുന്ന മലയാളികൾക്ക് വിദഗ്ധ ചികിത്സയ്ക്കായി ദൂരെയുള്ള വലിയ നഗരങ്ങളിലെ ആശുപത്രികളെ ആശ്രയിക്കേണ്ടി വരും. ഇനിയും ഫാമിലി വിസയുള്ളവർക്ക് വീട്ടിൽ പ്രായമായവരോ കുട്ടികളോ ഉണ്ടെങ്കിൽ അടിയന്തര സാഹചര്യങ്ങൾ ദൂരയാത്ര ചെയ്യേണ്ടി വരുന്നത് വലിയ ബുദ്ധിമുട്ടാകും. ഇൻഷുറൻസ് പ്രീമിയം വർധനവാണ്, അതായത് റൈസിംഗ് പ്രീമിയമാണ്. ജർമ്മനിയിലെ ഹെൽത്ത് ഇൻഷുറൻസ് ഫണ്ടുകൾ വലിയ സാമ്പത്തിക പ്രതിസന്ധി നേരിടുകയാണ്. ഇത് മറികടക്കാൻ സൂസാറ്റ് ബൈട്രാഗ്, അതായത് അധിക വിഹിതം വർദ്ധിപ്പിക്കാൻ പദ്ധതിയുണ്ട്. സാമ്പത്തിക ബാധ്യതയായി കുടുംബമായി താമസിക്കുന്ന പ്രവാസികൾക്ക് ഇത് പ്രതിമാസ ചെലവ് വർദ്ധിപ്പിക്കും. പ്രത്യേകിച്ച് പങ്കാളിക്ക് ജോലിയില്ലെങ്കിൽ ഒരാളുടെ വരുമാനത്തിൽ നിന്ന് വേണം ഈ തുക കണ്ടെത്താൻ. ആശുപത്രികൾ ഏകീകരിക്കുന്നതോടെ വലിയ ആശുപത്രികളിൽ തിരക്ക് വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. ഇനി സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരെ കാണാൻ മാസങ്ങളോളം കാത്തിരിക്കേണ്ടി വരുന്നത് രോഗാവസ്ഥയിൽ ഉള്ളവർക്ക് വലിയ വെല്ലുവിളിയായിരിക്കും. ഇനി ഫാമിലി റീയൂണിയൻ വിസയിലെ പ്രത്യേകതകൾ പറയുമ്പോൾ, ഫാമിലി വിസയിൽ വരുന്നവർക്ക് ജർമ്മനിയിലെ ഹെൽത്ത് സിസ്റ്റത്തെ കുറിച്ച് തുടക്കത്തിൽ വലിയ ധാരണയൊന്നും ഉണ്ടാവില്ല. ആശുപത്രികളിൽ വലിയ സെന്ററുകളിലേക്ക് മാറുമ്പോൾ അവിടെയുള്ള നടപടിക്രമങ്ങൾ കൂടുതൽ സങ്കീർണമാകും. ജർമ്മൻ ഭാഷ നന്നായി അറിയാത്ത പുതുതായി എത്തിയവർക്ക് ഇത് പ്രയാസമുണ്ടാക്കും. നാട്ടിൽ നിന്ന് വരുന്ന മാതാപിതാക്കൾക്കോ പങ്കാളികൾക്കോ നേരത്തെ തന്നെയുള്ള അസുഖങ്ങൾക്ക് ഇൻഷുറൻസ് പരിരക്ഷ ഉറപ്പാക്കുന്നതിലും ചിലവ് പങ്കിടുന്നതിലും പുതിയ
നിയമങ്ങൾ കൂടുതൽ കർശനമാകും. നഴ്സിംഗ് മേഖലയിലെ മലയാളികൾക്ക് ജർമ്മനിയിൽ ജോലി ചെയ്യുന്ന മലയാളി നഴ്സുമാരെ സംബന്ധിച്ച് ആശുപത്രികൾ ലയിപ്പിക്കുന്നത് അവരുടെ ജോലി സ്ഥലത്തോ ഷിഫ്റ്റുകളിലോ മാറ്റങ്ങൾ വരുത്തിയേക്കാം. ഇത് കുടുംബത്തോടൊപ്പം സമയം ചെലവഴിക്കുന്നതിനെ ബാധിച്ചേക്കാം. എന്നാൽ ചില ഗുണങ്ങളുണ്ട്. മികച്ച ചികിത്സ ലഭിക്കുമെന്ന് പറയുന്നുവെങ്കിലും ആശുപത്രികൾ ഏകീകരിക്കുന്നതിലൂടെ ഏറ്റവും ആധുനികമായ ചികിത്സാ സൗകര്യങ്ങൾ ഒരിടത്ത് തന്നെ ലഭ്യമാകും. ഇലക്ട്രോണിക് പേഷ്യന്റ് ഫയലുകൾ, അതായത് EPA വരുന്നതോടെ ചികിത്സാ രേഖകൾ കൈകാര്യം ചെയ്യുന്നത് എളുപ്പമാകും. ചുരുക്കത്തിൽ സൗകര്യങ്ങൾ വർദ്ധിക്കുമെങ്കിലും ചിലവ് കൂടുന്നതും ദൂരെയുള്ള ആശുപത്രികളെ ആശ്രയിക്കേണ്ടി വരുന്നതും കാത്തിരിപ്പ് സമയം വർദ്ധിക്കുന്നതും ഫാമിലി വിസയിലുള്ള സാധാരണക്കാരായ പ്രവാസികൾക്ക് വലിയ ആശങ്കയാണ് ഇതുമൂലം ഉണ്ടായിരിക്കുന്നത്. ജർമ്മനിയിലെ മെർസ് സർക്കാർ പ്രഖ്യാപിച്ച 1000 യൂറോ ബോണസ് ജീവനക്കാർക്ക് നൽകുമെന്ന് പ്രഖ്യാപിച്ച ആദ്യത്തെ സംരംഭകൻ രംഗത്ത് വന്നു. ജർമ്മൻ ചാൻസലർ ഫെഡറിക് മെർസ് പ്രഖ്യാപിച്ച 1000 യൂറോയുടെ നികുതിരഹിത റിലീഫ് ബോണസ് തന്റെ മുഴുവൻ ജീവനക്കാർക്ക് നൽകുമെന്ന് പ്രഖ്യാപിച്ച് പ്രമുഖ സംരംഭകൻ യാനീസ് യോഹാൻ മേയർ. ബീലഫെൽഡ് ആസ്ഥാനമായ ദി ട്രെയിൽ ബ്ലേസേഴ്സ് എന്ന ഏജൻസിയുടെ മേധാവിയാണ് 38-കാരനായ യാനീസ്. സർക്കാർ പ്രഖ്യാപനം വന്ന ഉടൻ തന്നെ തന്റെ 12 ജീവനക്കാർക്കും ഈ തുക നൽകാൻ തീരുമാനിച്ചതായി അദ്ദേഹം വ്യക്തമാക്കി. മുൻപ് ഊർജ്ജ പ്രതിസന്ധി കാലത്ത് സർക്കാർ അനുവദിച്ച 3000 യൂറോയുടെ ബോണസും അദ്ദേഹം ജീവനക്കാർക്ക് നൽകിയിരുന്നു. ജർമ്മനിയുടെ ദേശീയ വിമാന കമ്പനിയായ ലുഫ്താൻസയിൽ പൈലറ്റുമാരും ക്യാബിൻ ക്രൂവും പണിമുടക്കിയതോടെ വ്യോമഗതാഗതം സ്തംഭിച്ചിരിക്കുകയാണ്. തിങ്കളാഴ്ച ആരംഭിച്ച സമരം വ്യാഴാഴ്ച വരെ നീളുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. പൈലറ്റുമാരുടെ സംഘടനയായ കറൈനിയും കോക്പിറ്റ് തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ 48 മണിക്കൂർ പണിമുടക്കിന് ആഹ്വാനം ചെയ്തത് തുടരുകയാണ്. ലുഫ്താൻസ കാർഗോ, യൂറോവിങ്സ് എന്നീ വിഭാഗങ്ങളിലെ പൈലറ്റുമാരാണ് സമരത്തിൽ പങ്കെടുക്കുന്നത്. പൈലറ്റുമാരുടെ സമരം അവസാനിച്ചാൽ ഉടൻ ബുധൻ വ്യാഴം ദിവസങ്ങളിൽ ക്യാബിൻ ക്രൂ സംഘടനയായ അല്ലെങ്കിൽ യൂണിയനായ UFO സമരം ആരംഭിക്കും. ഇതോടെ ആഴ്ചയിൽ തുടർച്ചയായ 4 ദിവസം ലുഫ്താൻസ സർവീസുകൾ തടസ്സപ്പെടും. ജർമ്മനിയിലെ പ്രധാന വിമാനത്താവളങ്ങളായ ഫ്രാങ്ക്ഫർട്ട്, മ്യൂണിച്ച് എന്നിവിടങ്ങളിൽ നിന്നുള്ള നൂറുകണക്കിന് വിമാനങ്ങൾ ഇതിനകം തന്നെ റദ്ദാക്കിയിട്ടുണ്ട്. യൂറോപ്പിനുള്ളിലെ മിക്ക സർവീസുകളും നിർത്തിവച്ചിരിക്കുകയാണ്. ജർമ്മനിക്കുള്ളിലെ ആഭ്യന്തര യാത്രക്കാർക്കായി പകരം ട്രെയിൻ സർവീസുകളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇറാനിലെ യുദ്ധ സാഹചര്യം അതിരൂക്ഷമായി തുടരുന്നതിനിടെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും വത്തിക്കാനും തമ്മിലുള്ള വാക്പോര് പുതിയ തലത്തിലേക്ക് മാറിയെന്ന് മാത്രമല്ല, ഇറാൻ യുദ്ധത്തിനെതിരെ മാർപ്പാപ്പ നടത്തിയ കടുത്ത വിമർശനങ്ങൾ ട്രംപിനെ ചൊടിപ്പിക്കുകയും ചെയ്തു. എന്നാൽ ഈ വിഷയത്തിൽ മാർപ്പാപ്പയ്ക്ക് പിന്തുണയുമായി ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണി രംഗത്തെത്തിയതോടെ നയതന്ത്ര തലത്തിൽ തർക്കം മുറുകുകയാണ്. പരിശുദ്ധ പിതാവിന് എതിരെയുള്ള ഡൊണാൾഡ് ട്രംപിന്റെ പരാമർശങ്ങൾ തികച്ചും അംഗീകരിക്കാനാവില്ലെന്ന് മെലോണി വ്യക്തമാക്കി. കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷൻ എന്ന നിലയിൽ സമാധാനത്തിനായി ആഹ്വാനം ചെയ്യാൻ യുദ്ധത്തെ അപലപിക്കാനും അദ്ദേഹത്തിന് പൂർണ്ണ അവകാശമുണ്ടെന്നും മെലോണി കൂട്ടിച്ചേർത്തു. ഇറ്റലിയിൽ വലിയ പ്രതിഷേധത്തിനാണ് ട്രംപിന്റെ വാക്കുകൾ കാരണമായിരിക്കുന്നത്. അതേസമയം ഇസ്രായേലുമായുള്ള എല്ലാ പ്രതിരോധ സഹകരണ കരാറുകളിൽ നിന്ന് ഇറ്റലി പിന്മാറുകയും ചെയ്തു. പശ്ചിമേഷ്യയിൽ സംഘർഷം തുടരവെയാണ് ഇസ്രായേലിന് അടുത്ത സുഹൃത്തിൽ നിന്ന് തന്നെ അപ്രതീക്ഷിത തിരിച്ചടി ഉണ്ടായിരിക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ ഇസ്രായേലുമായുള്ള പ്രതിരോധ കരാർ പുതുക്കൽ നിർത്തിവെക്കുകയാണെന്നും മെലോണി വ്യക്തമാക്കി. ഇറാൻ-US വെടിനിർത്തൽ കരാർ നിലവിൽ വന്നതിന് ശേഷം ആദ്യമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഫോണിൽ സംസാരിച്ചു. 40 മിനിറ്റോളം ഫോൺ സംഭാഷണം നീണ്ടുനിന്നു. സംഭാഷണത്തെക്കുറിച്ച് നരേന്ദ്രമോദി എക്സിൽ കുറിപ്പും പങ്കുവച്ചു. വിവിധ മേഖലകളിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി സഹകരണത്തിലുണ്ടായ പുരോഗതി വിലയിരുത്തി. അതേസമയം ഹോർമൂസ് കടലിടുക്കിൽ US ഏർപ്പെടുത്തിയ ഉപരോധം മൂലം ഇറാന് പ്രതിദിനം $435 ദശലക്ഷം സാമ്പത്തിക നഷ്ടം ഉണ്ടാകുമെന്ന് വാൾസ്ട്രീറ്റ് ജേണൽ റിപ്പോർട്ട് ചെയ്തു. $276 ദശലക്ഷം കയറ്റുമതി നഷ്ടം ഉൾപ്പെടെയുള്ള ഈ നടപടി ഇറാനിലെ ഇന്ധന ഭക്ഷ്യവസ്തുക്കളുടെ നീക്കത്തെ ബാധിക്കുകയും വിലക്കയറ്റം രൂക്ഷമാക്കുകയും ചെയ്തു. പശ്ചിമേഷ്യയിലെയും ഗൾഫ് മേഖലയിലെയും രാജ്യങ്ങളുടെ പരമാധികാരവും സുരക്ഷയും പൂർണ്ണമായി ബഹുമാനിക്കണമെന്ന് ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ് പറഞ്ഞു. റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവ് ചൊവ്വാഴ്ച ഔദ്യോഗിക സന്ദർശനത്തിനായി ചൈനയിൽ എത്തുകയും ചെയ്തു. അതേസമയം ഹോർമൂസ് കടലിടുക്കിൽ US ഉപരോധം കടുക്കുന്നതായിട്ടാണ് റിപ്പോർട്ട്. 2 കപ്പലുകൾ നിയന്ത്രണം മറികടന്നതായി റിപ്പോർട്ടുണ്ട്. 6 ആഴ്ച നീണ്ടുനിന്ന യുദ്ധം അവസാനിപ്പിക്കാനുള്ള ചർച്ചകൾ പരാജയപ്പെട്ടതിനെ തുടർന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഉത്തരവ് പ്രകാരമാണ് ഹോർമൂസ് കടലിടുക്കിൽ US സേന താവളമുറപ്പിച്ചത്. ഇറാനിയൻ തുറമുഖങ്ങളിൽ നിന്നുള്ള 6 വ്യാപാര കപ്പലുകളെ US നാവികസേന തിരിച്ചയച്ചു. 10,000-ലധികം സൈനികരെയും 1 ഡസനിലധികം യുദ്ധക്കപ്പലുകളുമാണ് ഇതിനായി വിന്യസിച്ചിരിക്കുന്നത്. ഒരു കപ്പലും പോയിട്ടില്ലെന്ന് US അവകാശപ്പെടുമ്പോഴും ലൈബീരിയൻ ചരക്ക് കപ്പലായ ക്രിസ്ത്യാന, കൊമോറോസ് ടാങ്കറായ എൽപീസ് എന്നിവ ഉപരോധം മറികടന്ന് നീങ്ങുന്നതായി കപ്പൽ ഗതാഗത വിശകലന ഏജൻസിയായ ക്ലപ്ലർ റിപ്പോർട്ട് ചെയ്തു. സംഘർഷാവസ്ഥയെ തുടർന്ന് ആഗോള വിപണിയിൽ സംസ്കൃത എണ്ണവില ബാരലിന് $100 കടക്കുകയും ചെയ്തു. ഉപരോധം കർശനമാണെങ്കിലും പാകിസ്ഥാനിലെ ഇസ്ലാമാബാദിൽ വെച്ച് നടന്ന 2 ദിവസത്തിനുള്ളിൽ അമേരിക്കയും ഇറാനും തമ്മിൽ പുതിയ റൗണ്ട് ചർച്ചകളുടെ സാധ്യതയുണ്ടെന്നും ട്രംപ് സൂചിപ്പിച്ചു.
തന്റെ ആത്മീയ പിതാവായ വിശുദ്ധ അഗസ്റ്റിന്റെ പാദസ്പർശനമേറ്റ പുണ്യഭൂമിയിൽ തീർത്ഥാടകനായി വീണ്ടും ലയോ 14 മാർപ്പാപ്പ എത്തി. അൾജീരിയയിലെ പുരാതന നഗരമായ അന്നാബയിൽ പ്രാദേശിക സമയം ചൊവ്വാഴ്ച രാവിലെ 10 മാർപ്പാപ്പ എത്തിയത്. സാർവത്രിക സഭയിലെ അറിയപ്പെടുന്ന ദൈവശാസ്ത്രജ്ഞനും തത്വചിന്തകനും അഗസ്റ്റീനിയൻ സന്യാസിയുമായ വിശുദ്ധ അഗസ്റ്റിൻ 35 വർഷത്തോളം മെത്രാനായി ശുശ്രൂഷ ചെയ്ത ഈ വിശുദ്ധ ഭൂമിയിൽ സാർവത്രിക സഭാധ്യക്ഷൻ എന്ന നിലയിൽ വീണ്ടും എത്തിയപ്പോൾ ഒരു നിമിഷം ലയോ മാർപ്പാപ്പ പ്രാർത്ഥനാ നിമഗ്നനായി. അൾജീരിയയിലെ ത്രിദിന സന്ദർശനം പൂർത്തിയാക്കി മാർപ്പാപ്പ കാമറൂണിലേക്ക് തിരിച്ചു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാവുകയാണ്. നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്ക് ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും പറയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലായ പ്രവാസികളോടൊക്കെ സന്ദർശിക്കാൻ നന്ദി. നമസ്കാരം.